ഹായ്, എല്ലാവർക്കും സുഖാണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴ ഇപ്പൊ ഒന്ന് വിട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെയും തന്നെ 2-3 ദിവസമായിട്ട് മഴയൊന്നുമില്ല പാലക്കാട്. എന്താ 2-3 ദിവസം വെയിലായിരുന്നു. ഇന്നിപ്പോൾ മഴയില്ല വെയിലില്ലാത്ത ഒരു മൂടി നിൽക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെന്താണ്, ഓണൊക്കെ ആവാറായില്ലേ? മക്കളൊക്കെ പരീക്ഷയുടെ തിരക്കിലാണ് അല്ലേ? ഇവിടെ ശ്രീകുട്ടിയൊക്കെ രാവിലെ പോയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ശ്രീകുട്ടിക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കേട്ടോ പരീക്ഷ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഉണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളും ഇല്ല, ശനി ഞായറല്ലേ? അപ്പോൾ തിങ്കളാഴ്ചയുള്ള പരീക്ഷ. എല്ലാവർക്കും ഒരേ ടൈം ടേബിൾ ആയിരിക്കും. പിന്നെന്താണ്, ഓണൊക്കെ എവിടെ എത്തി? ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവരും? ഞങ്ങളിവിടെ മക്കൾക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. മീഷോയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പണിയില്ലാത്തോണ്ടേ എടുക്കും, എന്നാലും ഏട്ടനും എനിക്കും എടുത്തിട്ടില്ല. നേരത്തെ എടുത്ത് അടിച്ച് സെറ്റാക്കി വെക്കുന്നതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ കാശും കൂടി വേണ്ടേ? അപ്പോൾ അങ്ങനെ എടുക്കണം. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഉത്രാടം ദിവസമൊക്കെ പോയിട്ടാവും നമ്മൾ ഡ്രസ്സ് എടുക്കലൊക്കെ. പിന്നെന്താണ്, ഇവിടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഏട്ടൻ്റെ വണ്ടി കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ നടന്നിട്ട് പുത്തനക്കാവിൻ്റെ അതുവരെ നടന്നു പോയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ടാണ് പണിക്ക് പോണത്. മാങ്ങോട് ആണ് പണി. അപ്പോൾ രാവിലെ വൈകുന്നേരം ഒരു നടത്തുണ്ട്. കുറച്ചൊക്കെ നടക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ പണിക്ക് പോകുമ്പോൾ നടക്കുമ്പോഴേ ഒരു ഇടങ്ങറ് തോന്നുള്ളൂ. ഇവിടുന്ന് അതുവരെ നടന്ന് പിന്നെ ബസ് കയറി പോയി പിന്നെ പണി മാറ്റി വന്നാലും അങ്ങനെയൊക്കെ തന്നെ. അവിടുന്ന് ഇതുവരെ നടക്കണ്ട, കയറ്റൊക്കെ കയറിയിട്ട് വരണ്ടേ? അതിൻ്റെ ഒരു ഇത് സങ്കടം തോന്നി ഇപ്പോഴും വണ്ടിയിൽ പോയിട്ട്. നമ്മുടെ വണ്ടിക്ക് ഉണ്ടോ അത്യാവശ്യം പണിയുണ്ട്. ചെയിന് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ ബ്രേക്ക് ജാമായിട്ടുണ്ട്. സീറ്റ് കവറും പ്ലാസ്റ്റിക് കവറാണ്, അത് മാറ്റാറായിട്ടുണ്ട്. സൈഡൊക്കെ ഇതിൻ്റെ ഈ സൈഡ് കൂടെ ഒക്കെ കാണിച്ചു തരാം. ഇപ്പൊ തുറന്നാൽ തന്നെ ഏറ്റവും വന്ന് പൊട്ടിക്കും. സൈഡൊക്കെ അല്ല, സീറ്റ് കവർ മാറ്റാനായിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റണം. അത്യാവശ്യം നല്ലൊരു പൈസ തന്നെ വേണം മക്കളെ. ബാഗ് പിന്നെ വലിയ കുഴപ്പമില്ല, എന്നാലും സൈഡൊക്കെ ഒന്നതായിട്ടുണ്ട്. ബ്രേക്ക് ജാമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങനെ. ഈ വണ്ടി ഇങ്ങനെ നിർത്തിയിടാറില്ല കേട്ടോ, പണിയില്ലെങ്കിലും എങ്കിലെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനെ എടുക്കും. കണ്ടില്ലേ, ഇതിപ്പോൾ 3 ഞായറാഴ്ച നിർത്തിയിട്ടാ. ഇന്നിപ്പോൾ എന്താഴ്ച? വെള്ളിയാഴ്ച ആയി. 4 ദിവസമായി, 4-5 ദിവസമായി നിർത്തിയിട്ട്. അപ്പൊ ഇങ്ങനെ നിർത്തിയിടാറില്ല. ഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് വണ്ടിക്ക് വേണം. പിന്നെന്താണ്, കഴിഞ്ഞ മാസമാണെങ്കിൽ പണി ഉണ്ടായിരുന്നില്ല. ഭാഗം മൊത്തം നമ്മളിപ്പോൾ ടൈറ്റിലാണ്. പിന്നെന്താണ്, ഈ ഒരു സ്ഥലം കണ്ടോ, സ്പേസ് കുറേ വിറക് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഓലാന്ന് ചൂല് ചീന്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാ. കുറേയൊക്കെ ചീന്തിയിട്ട് ചൂല് റെഡിയാക്കി. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഇട്ടിട്ട് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് അടുപ്പ് കത്തിക്കാൻ എടുക്കാമല്ലോ. അപ്പം അങ്ങനെ. ഇപ്പം അടുത്തത് ആൾക്കാർ ചോദിച്ചു ഈ പെട്ടികളിലൊക്കെ എന്താന്ന്. ഈ പെട്ടികളിലേ ഏട്ടൻ്റെ പണി സാധനങ്ങളാട്ടോ. ഇതൊക്കെ ലോക്ക് ഇട്ട് പൂട്ടി വെക്കാറുണ്ട്. ഇതൊക്കെ മൊത്തം സാധനങ്ങളാ. ഓയിലോ ടിന്നറോ പെയിന്റോ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. വെൽഡിങ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ ഒക്കെ ഉണ്ട്. പെട്ടിയിലാക്കി വയ്ക്കും, പെട്ടികളിലാക്കി